ഫ്യൂരിയോസ, മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ പ്രീക്വലാണ്. അതിലെ ഫ്യൂരിയോസ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിലൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അത് എങ്ങനെ അവിടം തൊട്ട് ടിൽ മാഡ് മാക്സ് ഫ്യൂറി റോഡ് വരെ എത്തി ആ ഒരു സംഭവമാണ് കാണിക്കുന്നത്. പുള്ളിക്കാരുടെ ചെറുപ്പം തൊട്ട്. സത്യം പറഞ്ഞാൽ വളരെ ലേറ്റായിട്ടാണ് മാഡ് മാക്സ് കണ്ടത്. ഈ ഫ്യൂരിയോസ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒറ്റയിരിപ്പിൽ 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അമ്മാതിരി എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. ആ ഒരു വൈബ് പ്രദേശമാണ് ഞാൻ ഫ്യൂരിയോസയ്ക്ക് പോയത്. അങ്ങനെ നോക്കിക്കഴിയുമ്പം സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇറങ്ങിയത്. മാഡ് മാക്സ് ഫ്യൂറി റോഡ് ഒരു ടോട്ടൽ ആക്ഷൻ പാക്ഡ് ത്രില്ലർ ആയിരുന്നെങ്കിൽ ഇതൊരു ഡ്രാമയാണ്. ഇത് 2 മണിക്കൂർ 30 മിനിറ്റിനടുത്ത് ഡ്യൂറേഷനുണ്ട്. ഡ്യൂറേഷൻ തന്നെ കൂടുതൽ. അതിൻ്റെ കൂടെ ഭയങ്കര സ്ലോ പേസ് ആണ്. മറ്റേതുപോലെ ഒരു ആക്ഷൻ എക്സ്ട്രാവാജൻസ് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ പക്ക നിരാശയാവും. അത് എൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ 2 ട്രെയിലർ ഇവർ കട്ട് ചെയ്തിരിക്കുന്നത് മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിലാണ്, ഫുൾ ആക്ഷൻ പാക്ഡ് ആയിട്ടാണ്. അതേ അല്ല. ഒരു 80% സിനിമ ഡയലോഗ്സിലൂടെ ഡ്രിവൺ ആണ്. ബാക്കി 20% ഈ ആക്ഷൻ വരുന്നത്. അതും മറ്റേ ചന്നം പിന്നെ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന പോലത്തെ പരിപാടികൾ വളരെ കുറവ്, ഒരു 5% ഉള്ളൂ. മാഡ് മാക്സിൻ്റെ ഒരു പകുതി വന്നാൽ തന്നെ ഹാപ്പി ആയേനെ. ഇത് പകുതി പോയിട്ട് ഒരു 20% അത്രയൊക്കെ തോന്നുന്നുള്ളൂ എനിക്കതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഓരോരുത്തർക്കും പല അഭിപ്രായമായിരിക്കാം. പക്ഷേ എനിക്ക് ഫ്യൂരിയോസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതാണ് സമ്മതിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇവരും ഇത് മാർക്കറ്റ് ചെയ്ത രീതിയും നമ്മൾക്ക് ഓൾറെഡി ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയൊക്കെ അതിനൊക്കെ നേരെ വിപരീതമായിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഫ്യൂരിയോസയായിട്ട് വരുന്ന എനിക്ക് ഫ്യൂരിയോസയുടെ ഒരു ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഒരു യങ് ഇതാണ്. തീർത്തും ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയാണ്. പിന്നീടാണ് അനയ ടൈലറിൻ്റെ ക്യാരക്ടർ വരുന്നത്. എനിക്ക് ആ കുട്ടിയുടെ ക്യാരക്ടർ ആ ഒരു പോർഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്രിസ് ഹെംസ്വർത്ത് കോമഡി പീസായിട്ടുണ്ട്. അവരങ്ങനെയാണോ ഒരു വിധത്തിൽ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തീരെ പുള്ളിയെ ചുമ്മാ വേസ്റ്റഡ് ആക്കി കളഞ്ഞൊരു ഫീലായിട്ടാണ് തോന്നിയത്. VFX മോശമായിരുന്നു. കാരണം അന്ധകാലത്തൊന്നും അത് 10 വർഷം മുമ്പ് 2015 ഇറങ്ങിയ സിനിമ. അതിൻ്റെ അത്രയും പോലും VFX എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. ഇതിൽ ഈ ബൈക്ക് ഓടിക്കുന്ന ഡിസേർട്ടിലൂടെ ബൈക്ക് ഓടിക്കുന്ന ഒരു ഗെയിമിംഗ് ഒക്കെ പോലെ ചാടിയൊക്കെ പോകുന്നൊരു ഫീൽ അങ്ങനെ തോന്നി. പിന്നെ പല മലകളുടെയും പരിപാടിയൊക്കെ അങ്ങനെ തോന്നിയായിരുന്നു പോരെന്ന്. പെർഫോമൻസും ഈ ബാക്കി പ്രൊഡക്ഷൻ വാല്യൂ അടിപൊളിയാണ്. ഈ VFX, ഡ്യൂറേഷൻ, ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പരിപാടിയൊക്കെ വീക്കായിട്ടുമാണ് തോന്നിയത്. ആകത്തൊക്കെ എനിക്കൊരു ആവറേജ് സിനിമ. അതായത് ഈ ഒരു പരിപാടിയുടെ ഒരു ആരാധകനായതുകൊണ്ട് തന്നെ കണ്ടിരുന്നു 2.5 മണിക്കൂറും. പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഇതെന്താ കഴിയാത്തെന്നൊരു ഫീലായിരുന്നു. പൈസ പോയെന്നൊരു ഫീലില്ല, എന്നാൽ നല്ലൊരു സിനിമ കണ്ടു എന്നൊരു ഫീലും ഇല്ല. ഒരു ആവറേജ്, തീർത്തും ഒരു പക്ക ഒരു ആവറേജ് വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.